ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ഗ്രൗണ്ട് ഫ്ലോറിലും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വെച്ച് വരുന്ന ഒരു കിടിലം വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഉണ്ട്. നമ്മുടെ അടുത്ത് പല കസ്റ്റമർ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ചോദിച്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ബെറ്റർ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 14 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം മച്ചയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ട്രിവാൻഡ്രം മച്ചേൽ ബ്രിഡ്ജിൻ്റെ അവിടെ നമുക്ക് ഏകദേശം കുറച്ച് ഒരു 200 മീറ്റർ മാത്രം ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 200 മീറ്റർ മാത്രം മാറിയാൽ നമുക്ക് ഈ ഒരു വീട്ടിലെത്താൻ പറ്റും. ഈ വീടിൻ്റെ ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ് കണ്ടത്. ധാരാളം വേറെ വീടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് നമുക്ക് സിമെൻറ്റ് റോഡ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം മാറിയിട്ടാണ്. പ്രാവശ്യമ്പലം ജംഗ്ഷനിൽ നിന്നൊക്കെയാണെങ്കിൽ ഒരു 9 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വീടിന് 4 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ 4.5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നോക്കാം. നമുക്കപ്പോൾ ഫ്രണ്ടിൽ ഒരു 2 സ്ലൈഡിങ് ഗേറ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ളും നമുക്ക് കടപ്പ കല്ലാണ് ഇട്ടിട്ടുള്ളത്. കണ്ടോ, ഫുള്ള് കടപ്പ കല്ലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് വർക്ക് നടന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് കടപ്പ കല്ല് കണ്ട ഒരു കളർ ചെയ്ത് വരുന്നുണ്ട്. അതും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് വരും. ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 2-3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിലുണ്ട്. കൂടാതെ നമുക്ക് ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള നമുക്ക് ഡീറ്റെയിൽ എല്ലാം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ അതിന് മുമ്പേ നമുക്കിവിടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് നോക്കാം. കുറച്ച് വൈഡായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത് 6x12 ഡയമെൻഷനിലാണ് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ഒരു വുഡൻ ഫിനിഷിങ് ചെയ്തിട്ടുള്ള ടെയിലിംഗ് ആണ് നമുക്കിവിടെ സൈഡിലെല്ലാം കൊടുത്തിട്ടുള്ളത്. തൂണിലും എല്ലാം ഒരു വുഡൻ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കട്ടളയൊക്കെ വരുന്ന ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഡൈനിങ് സ്പേസ് ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൻ്റെ അവിടെ നിന്നുണ്ട് മുകളിലോട്ട് കണ്ട് ഇത്രയും ഹൈറ്റിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ കിട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. പിന്നെ ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 2 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് നമുക്ക് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് വേറൊരു ബെഡ്റൂം കൂടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഭാഗത്താണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷം നോക്കാം. അപ്പോൾ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 18x12 ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലിവിങ് ഏരിയ. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ സീലിങ്ങിലെ വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടിപ്പുറത്താണ് നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ 8x8 ഡയമെൻഷനാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മുകളിൽ നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നമ്മളവിടെ കാറ്റൊക്കെ നമുക്ക് അകത്ത് സൈഡിൽ കിട്ടുന്ന കണക്കിനാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. തൊട്ടിപ്പുറത്താണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത്. താഴെ ഇവിടെ സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടുത്തെ ഡോറിൻ്റെ മെറ്റീരിയൽ എല്ലാം വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനുമാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളതുണ്ടോ. ധാരാളം സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സിങ്ക് വരുന്നത് ഇവിടെയാണ് വരുന്നത്. വലിയ സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ നമുക്കൊരു വർക്ക് ഏരിയ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ട് വർക്ക് ഏരിയ വരുന്നുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. മുകളിൽ മഴയൊന്നും നനയാത്ത രീതിയിൽ ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെയായിട്ട് നമുക്ക് ഡോറൊക്കെ ചെയ്തിട്ടുണ്ടോ. ഫുൾ ക്ലോസ്ഡ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചണൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. അതിന് മുമ്പേ നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് കാണാം. ഈ ഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതുണ്ടോ. ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റെയർ കയറുന്നതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയും കുറച്ച് സ്പേസ് വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂം നോക്കാം. നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x12 ഡയമെൻഷൻ ഉള്ളതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്, 2 ഡോർ വരുന്നത്. നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇതാണ് ചെയ്ത വാർഡ്രോബാണ്. 2 മിററൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലാണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി ടൈലുണ്ട്, ഇതാണ് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ ലൈറ്റിങ്ങും ബാക്കി എല്ലാ സംഭവവും ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട്. ഇനി ഇതാണ് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 14x12 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ വാർഡ്രോബ്, വലിയൊരു വാർഡ്രോബ് വരുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ചെയ്തത്. മുകളിൽ സ്ലൈഡിങ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിററൊക്കെ വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറിംഗ് ഒക്കെ നല്ല മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു സംഭവം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് ഇവിടെ വരുന്നത്. സെയിം അപ്പുറത്ത് കണ്ട പോലെ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് അവിടെയാണ് ഈ ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറിയാണ് പോകുന്നത്. നമുക്ക് കയറി പോകുന്ന ഈ ഭാഗത്ത് നമുക്ക് വുഡും സ്റ്റീലും കൂടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തറയിൽ നമുക്ക് ടൈലിംഗ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കയറി പോകുന്ന ഫ്ലോറിൽ. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആണ്. നമുക്ക് മുകളിൽ ഒരു വലിയൊരു ലിവിങ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 22x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുകളിൽ ഇവിടെ ആയിട്ടും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് മുകളിൽ വരുന്നുണ്ടോ, ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള സ്പേസ് ഉണ്ടോ. ഇവിടെ ഫുള്ള് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു ഏരിയയാണ് വരുന്നത്. അവിടെ ഒരു മലയൊക്കെ കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് റോഡ് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. നമുക്കപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റും. ഈ 2 ഭാഗത്ത് നമുക്ക് ഇവിടെ ഇനി ഒരു 2 മിററൊക്കെ വരും. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ മുകളിലെ ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂം 2 ഭാഗത്ത്, ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 13x12 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡ് ചെയ്തിട്ടുള്ള ഒരു 3 ഡോർ നമുക്കൊരു വാർഡ്രോബാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. PVC ഡോറാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി താഴെ കണ്ട ഒരു ടൈപ്പ് തന്നെയാണ് ബാത്റൂം വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഒരു ബാൽക്കണി ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂവും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടുത്തെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ടോപ്പിലുള്ളത് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷൻ തന്നെയാണ് ഉള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് വരുന്നത്. ഇതിവിടെ 2 അടുത്ത് നമുക്ക് വിൻഡോ വരുന്നുണ്ട്. താഴെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് അതിൻ്റെ ഡോറുകളെല്ലാം വരുന്നത്. കൂടാതെ ഇവിടെയും നമുക്കൊരു വാർഡ്രോബ് വരുന്നുണ്ട്. ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയാണ് മെറ്റീരിയൽ വരുന്നത്. ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഡോർ ടൈപ്പാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ്. നമ്മൾ താഴെ കണ്ട ഒരു ഡിസൈനാണ് വരുന്നത്. ഇനി അകത്തോട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബാത്റൂം നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ കുറച്ചും കൂടെ ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ടൈലിംഗ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമ്മളിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്ത് ഒരു വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 22x5 ഡയമെൻഷനിലുള്ളൊരു ബാൽക്കണി ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗ് ഇവിടെ സീലിങ്ങിൽ വരുന്നുണ്ട്. അത്രയും ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് വരുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് മിറർ കൊടുത്ത ഒരു സ്റ്റീലിൻ്റെ ഒരു ഹാൻഡിൽസാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോഡ് വഴിയാണ് നമ്മൾ വരുന്നത്. ഇവിടെ റെസിഡൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ വേറെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ ഈ ചുമരിൽ ഫുള്ള് വുഡൻ തീമിലുള്ള ടൈലിംഗ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 85 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോൺ ആണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിനൊക്കെ മുകളിലോട്ടൊക്കെ ഉള്ള വീടാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വീട് കാണാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.